നമസ്കാരം, ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വലിയ തോതിൽ വിലവർധനവുണ്ടായിട്ടും സ്വർണത്തോടുള്ള താല്പര്യം ആളുകൾക്ക് അത്ര കുറഞ്ഞിട്ടൊന്നുമില്ല. 1 ലക്ഷത്തോടെത്തിയ പവൻ വില ഇപ്പോൾ കുറച്ച് ഭേദമാണെന്നും പറയാൻ പറ്റൂ. 90,000 വീണ്ടും കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണം ഒരു വികാരമാണ്. അരപ്പവന്റെ സ്വർണമെങ്കിലും സ്വന്തമായി വേണമെന്ന് എത്ര പാവപ്പെട്ടവനും കരുതും. ഒരു വ്യക്തിക്ക് എത്ര സ്വർണം വാങ്ങാം അല്ലെങ്കിൽ കൈവശം വെക്കാം എന്നതിന് ഇന്ത്യയിൽ നിയമപരമായി പരിധികളൊന്നുമില്ല. പക്ഷേ ആദായ നികുതി വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് വ്യക്തികൾ കൈവശമുള്ള സ്വർണത്തിന്റെ രേഖകൾ സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തുകയും വേണം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് 1994 ആദ്യമായി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. കുടുംബങ്ങൾക്കായി ശുപാർശ ചെയ്ത പരിധികളും ഇതിൽ വ്യക്തമായിരുന്നു. ഇവ മറികടക്കുന്നത് നിയമവിരുദ്ധമല്ല, പക്ഷേ വ്യക്തികൾക്ക് സ്വർണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ സാധിക്കണം. ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർണമോ ആഭരണങ്ങളോ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാം, അതായത് 31 പവൻ സ്വർണമോ സ്വർണ്ണാഭരണങ്ങളോ കൈവശം വയ്ക്കാം. ഇതിന് വാങ്ങിയതിന്റെയോ വരുമാനത്തിന്റെയോ ഒരു രേഖയും ഹാജരാക്കേണ്ടതില്ലെന്ന് CBDT മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പരിധിക്ക് മുകളിൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ ഉറവിടം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാം, അതായത് 62 പവൻ സ്വർണം വരെ കൈവശം വയ്ക്കാം. ഇത് അവിവാഹിതരായ സ്ത്രീകളുടെ ഇരട്ടിയാണ്. ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് പരിശോധന ഒഴിവാക്കാൻ വാങ്ങിയതിന്റെ രേഖയോ വരുമാനത്തിന്റെ ഉറവിടമോ തെളിയിക്കേണ്ടതുണ്ട്. പുരുഷന്മാരുടെ കാര്യത്തിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാണ്. പുരുഷന്മാർക്ക് 100 ഗ്രാം, അതായത് 12 പവൻ മാത്രമാണ് സ്വർണം രേഖകളില്ലാതെ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളത്. ഈ പരിധിക്ക് മുകളിൽ വരുന്ന സ്വർണത്തിന് കൃത്യമായ രസീതുകളോ വരുമാനത്തിന്റെ തെളിവുകളോ നൽകി ഉറവിടം വ്യക്തമാക്കണം. ഒരു കുടുംബം 4 അംഗമുള്ള ഒരു സാധാരണ കുടുംബത്തിന് മൊത്തം 950 ഗ്രാം, അതായത് 119 പവൻ സ്വർണം കൈവശം വയ്ക്കാം. ഇതിൽ ഭാര്യയ്ക്ക് 500 ഗ്രാം, മകൾക്ക് 250 ഗ്രാം, ഭർത്താവിനും മകനും 100 ഗ്രാം വീതം ഉൾപ്പെടുന്നു. ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് ഉറവിടം തെളിയിക്കണം. അല്ലാത്ത പക്ഷം ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകാം. ഈ പരിധികൾ കർശനമായ നിയമപരമായ നിയന്ത്രണങ്ങളെങ്കിലും സ്വർണം വാങ്ങുന്നതിലും സൂക്ഷിക്കുന്നതിലും സുതാര്യത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.